Morning students. So the last class we saw about a position vector of t and how to find the limit, continuity and differentiability of a vector. Now we come to the tangent of a curve. So this we already saw in the last class. R dash of a derivative. Suppose R of t equal to f of t I plus g of t j plus h of t k has its derivative at t. If f, g and h have derivative at t, okay, the derivation is the vector function r dash of t equals, that is our position vector r of t derivative, that is r dash of t, that is we can write it as dr by dt. By definition it is delta t tends to 0, r of t plus delta t minus r of t by delta t. നമ്മൾ already prove ചെയ്തതാണ്. r of t യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് corresponding components ഐയുടെയും ജെയുടെയും കെയുടെയും ഓരോ കോമ്പണൻസിനെയും ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ df by dt I, dg by dtj, dh by dt, k is the derivative. The vector function r is differentiable. It is differentiable at every point of its domain. ഇത് നമ്മൾ കണ്ടിന്യൂറ്റിക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ഡിഫറൻഷ്യബിലിറ്റിയും ഒരു പോയിന്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. If it is differentiable at each and every point of that domain, then we can say that the function is a differentiable function. And the curve traced by r is smooth. ഒരു ഫംഗ്ഷൻ നമ്മൾ സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം ആൻഡ് നെവർ സീറോ. ഒരിക്കലും ഡെറിവേറ്റീവ് സീറോ ആയി പോകാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ജി. ഡെറിവേറ്റീവ് സീറോ ആയി പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇതാണ് ഡെറിവേറ്റീവ്. ഡി എഫ് ബൈ ഡി ടി, ഡി ജി ബൈ ഡി ടി, ഡി എച്ച് ബൈ ഡി ടി, ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഡെറിവേറ്റീവ് സീറോ ആയി പോകാൻ പാടെന്ന് പറഞ്ഞാൽ ഒരേ സമയം എഫിന്റെ ഡെറിവേറ്റീവ്, ജിയുടെ ഡെറിവേറ്റീവ്, എച്ചിന്റെ ഡെറിവേറ്റീവും ഒരുമിച്ച് സീറോ ആകാൻ പാടില്ല. Has continuous first derivative that are not simultaneously zero, then we can say that R is a smooth curve. A curve that is made up of finite number of smooth curves placed together in a continuous fashion is called piecewise smooth. അപ്പോൾ നോക്കിക്കേ, ഈ C1 എന്നുള്ളൊരു curve നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. C1 എന്നുള്ളൊരു curve നോക്കിയാൽ ഇതുണ്ടോ, C1 ഇത്രയും ഭാഗം സ്മൂത്ത് ഫംഗ്ഷൻ ആണ്, കാരണം ഇത്രയും ഭാഗത്ത് ഡെറിവേറ്റീവ് സീറോ അല്ല. ഈ പോയിന്റില്, ഈ പർട്ടിക്കുലർ പോയിന്റില് ഡെറിവേറ്റീവ് സീറോ ആണ്. ഇതുണ്ടോ, സ്മൂത്ത് അല്ലാത്ത, അതായത് പോയിന്റഡ് ഭാഗത്തൊക്കെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. ഇവിടുത്തെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും, ഇവിടുത്തെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും, ഇവിടുത്തെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും, ഇവിടുത്തെ ഡെറിവേറ്റീവ്. അപ്പോൾ നോക്കിക്കേ, ഈ ഡെറിവേറ്റീവ് സീറോ, അതായത് ഇതിനിടയ്ക്കുള്ള ഭാഗത്തൊന്നും ഡെറിവേറ്റീവ് സീറോ അല്ല. ഇങ്ങനെയുള്ള കുറച്ച് കർവുകൾ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ, അതായത് ഈ പീസ് സ്മൂത്ത് കർവാണ്, ഈ C2 എന്നുള്ള പീസ് സ്മൂത്ത് കർവാണ്, C3 എന്നുള്ള പീസ് സ്മൂത്ത് കർവാണ്, C4 സ്മൂത്ത് കർവാണ്, C5 സ്മൂത്ത് കർവാണ്. ഈ ജോയിനിങ് പോയിന്റ്സ് ആണ് സ്മൂത്ത് അല്ലാണ്ട് വരിക. അപ്പൊ ഇങ്ങനെ സ്മൂത്ത് കർവുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന്. Some differentiation rules are given. U and V are differentiable vector functions of T. C is a constant vector. C any scalar and F any differentiable scalar function. Constant function rule. നമ്മൾ കുറച്ച് differentiation rules ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. We already know that suppose R of t ഇതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ f of t I plus g of t j plus h of t k, ഇങ്ങനെയാണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്. Where I already said f of t, g of t and h of t are scalar valued functions ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ഡിഫറൻഷ്യബിളിന്റെ റൂൾ എല്ലാം ഈ സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. സോ ഹിയർ f of t കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് f of t equal to c for all t, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് for all t. അപ്പം d by dt of, first find d by dt of c, that is our f of t which is equal to, നമുക്ക് ലിമിറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് അപ്ലൈ ചെയ്താൽ ഇത് ഒരു f of t plus delta t minus f of t divided by delta t എന്ന് കിട്ടും.
and f of t plus delta t എന്ത് വരും limit delta t tends to 0. f of t യുടെ വാല്യൂ ഏത് t എടുത്താലും t1 എടുത്താലും t2 എടുത്താലും t plus delta t എടുത്താലും ഏതെടുത്താലും c ആണ് വരുന്നത്. അപ്പോൾ c minus c divided by delta t which is equal to limit delta t tends to 0, c minus c 0, 0 by delta t and which is equal to 0. This is constant function rule. ഇനി അടുത്തത് സ്കെയിലർ മൾട്ടിപ്പിൾ റൂൾസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d by dt of c u of t. ആ u of t എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണ്. സോ സപ്പോസ് u of t equals some f of t I plus g of t j plus h of t k ആണെന്ന് അസ്യൂം ചെയ്യാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് d by dt of c into u of t ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ as d by dt of c into u of t can be written as f of t I plus g of t j plus h of t k. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ d by dt of c f of t I plus c g of t j plus c h of t k. ഇനി ഡിഫറൻസിയേഷൻ നമുക്ക് ഓരോ ടേമിലും അപ്ലൈ ചെയ്യാം. ഓരോ കോമ്പണൻസിന്റെ ഡെറിവേറ്റീവ് കാണാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു d by dt of c f of t I plus d by dt of c g of t j plus d by dt of c h of t k. So again we will get first term in c into f of t. C is a constant upon c into d by dt of f of t I. എല്ലാ ടേമിലും സി ഉള്ളതുകൊണ്ട് സി കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുത്തോട്ടെ ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എച്ച് ഓഫ് ടി കെ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ദിസ് ഈസ് ഡി എഫ് ബൈ ഡി ടി ഐ. സോ ഡി എഫ് ബൈ ഡി ടി I plus dg by dtj plus dh by dtk. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണ് c ഇൻറ്റു ദിസ് ഈസ് എഫും യുവും ജിയും എച്ചും ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്ന യുവിന്റെ കോമ്പണൻസ് ആയിട്ടാണ്. സോ യു c ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. ദിസ് ഈസ് ദ സ്കെയിലർ മൾട്ടിപ്പിൾ റൂൾ. So here find d by dt of f of t equal to f dash of t u of t plus f of t into u dash of t. So we can take u of t equal to ഇവിടെ ഞാൻ f ഉം g ഒക്കെ എടുക്കാത്തത് ഇവിടെ നമുക്ക് f of t എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്കെയിലർ വാല്യൂഡ് ഫംഗ്ഷനും u of t എന്ന് പറയുന്നത് ഇവിടെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനുമാണ്. അപ്പം u വെക്റ്റർ വാല്യൂ ആയതുകൊണ്ട് യുവിന് i j k കോമ്പണൻസ് ഉണ്ടായിരിക്കും. u of t equal to x of t I plus y of t j plus z of t k ആണെന്ന് വിചാരിക്കുക. d by dt of f of t u of t യുവിന്റെ മുകളിൽ ഞാനൊരു ബാർ ഇട്ടിരിക്കുന്നത് വെക്റ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. which is equal to d by dt of f of t into u of t ക്ക് പകരം x of t I plus y of t j plus z of t k കൊടുക്കുക. ഇനി f of t ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. d by dt of f of t x of t I plus f of t y of t j plus f of t z of t k. ഇനി ഓരോ കോമ്പണൻസിനും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. d by dt of f of t x of t I plus d by dt of f of t y of t j plus d by dt of f of t z of t k. ഇനി ഈ f of t എന്ന് പറയുന്നത് ഒരു സ്കെയിലർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. x of t എന്ന് പറയുന്നത് ഒരു സ്കെയിലർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ d by dt ഓഫ് പ്രോഡക്റ്റ് റൂൾ u v is first into derivative of second plus second into derivative of first. ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ f into derivative of first x of t യുടെ ഡെറിവേറ്റീവ് x dash of t. അപ്പം ഞാനിത് ഷോർട്ടിൽ എഴുതിയിരിക്കുന്നതാണ് x dash plus first x into f dash I പ്ലസ് ഇവിടുത്തെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ f into y dash
plus y into f dash j plus ഇവിടെ f into z dash plus z into f dash of k. ഇനി ഇതിന്റെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിന്ന് f of t കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഈ ഫസ്റ്റ് ടേമിൽ f of t പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ എഫിന്റെ കൂടെ ബാക്കിയുള്ളത് എന്താണ്? x ഡാഷ്, പിന്നെ ഇവിടെ ഒരു i കിടപ്പുണ്ട്, x ഡാഷ് i. ഇവിടുന്ന് f പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ y ഡാഷ് j കിടപ്പുണ്ട്. ഇവിടുന്ന് f പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ z ഡാഷ് k കിടപ്പുണ്ട്. പ്ലസ് ഇനി എഫ് ഡാഷ് എടുക്കുക. ഇത് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അത് നല്ല വൃത്തിക്ക് കിട്ടും. എഫ് ഡാഷ് ഓഫ് ടി പുറത്തേക്ക് എടുത്തു കഴിയുമ്പം എഫ് ഡാഷിന്റെ കൂടെ ഇവിടെ എക്സ് ഐ കിടപ്പുണ്ട്. ഇവിടെ എഫ് ഡാഷ് പോയി കഴിയുമ്പോൾ വൈ ജെ കിടപ്പുണ്ട്. ഇവിടെ എഫ് ഡാഷ് പോയി കഴിയുമ്പോൾ ഇസഡ് കെയും കിടപ്പുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് എഫ് ഓഫ് ടി ഇൻറ്റു ഇതെന്താണ് ശരിക്കും? എക്സ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് വൈ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഡാഷ് ഓഫ് ടി കെ. This is അതിനാണ് നമ്മൾ യു ഓഫ് ടി എന്ന് അല്ല എക്സ് ഡാഷ് ഓഫ് ടി വൈ ഡാഷ് ഓഫ് ടി. അതായത് ഇതിന്റെ ഓരോ കോമ്പണൻസ്, യുവിന്റെ ഓരോ കോമ്പണൻസിന്റെയും ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഈസ് യു ഡാഷ് ഓഫ് ടി. That f of t into u dash of t plus f dash of t into and x of t I plus y of t j plus z of t k എന്ന് പറയുന്നതാണ് നമ്മൾ u of t ആയിട്ടുള്ളത്. f dash of t into u of t. So dy dt of f of t u of t equals f dash of t u of t plus f of t u dash. Next, sum rule and difference rule. D by dt of u of t plus v of t equal to u dash of t plus v dash of t. Similarly, the difference rule. Here u of t and v of t are two vector valued function. So both the function has a components u of t equal to f of t I plus g of t j plus h of t k. V of t equal to x of t I plus y of t j plus z of t k. So d by dt of u of t plus v of t equals d by dt of u of t ക്ക് u of t യുടെ കോമ്പണൻസ് കൊടുക്കുക, v of t ക്ക് v of t യുടെ കോമ്പണൻസ് കൊടുക്കുക. ഇനി ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? df by dt ആയി dg by dt j plus dh by dt k എന്ന് കിട്ടും. പ്ലസ് dx by dt ആയി dy by dt j dz by dt k. ആ ഫസ്റ്റ് മൂന്നെണ്ണം നോക്കിയാൽ ദാറ്റ് ഈസ് ദ u ഡാഷ് ഓഫ് ടി ആണ്. അടുത്തത് കിടക്കുന്നത് v ഡാഷ് ഓഫ് t ആണ്. So that is u dash of t plus v dash of t. In a similar way you can do difference rule also. That's your assignment. Next we have a dot product rule. The u of t dot v of t. ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ നമുക്ക് പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ സപ്പോസ് u equal to u1 i plus u2 j plus u3 k ആണ് വിചാരിക്കുക. v എന്നുള്ള വെക്ടർ v1 i plus v2 j plus v3 k ആണെങ്കിൽ what is the dot product? v dot to v is ഇതിന്റെ കോമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. u1 v1 plus u2 v2 plus u3 v3. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐയും ജെയും കെയും എല്ലാം പോകും. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കെയിലാർ വാല്യൂ ആയിരിക്കും, ഒരു വെക്ടർ ആയിരിക്കില്ല, സ്കെയിലാർ വാല്യൂ ആയിരിക്കും നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ സപ്പോസ് u of t equal to u1 of t I plus u2 of t j plus u3 of t k and v of t equal to v1 of t I plus v2 of t plus v of t. ഇനി d by dt of u dot v എന്നുള്ളത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അത് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിരിക്കുകയാണ്. u dot v എന്ന് പറഞ്ഞാൽ അതിൻ്റെ i കോമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്തു. u1 v1 plus u2 v2 plus u3 v3 ചെയ്തു. ആൻഡ് ഇനി ഓരോ ടേമിലും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ രണ്ട് സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ് u1 ഉം v1 ഉം. അവിടെ നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. u2 v2ലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. u3 v3ലും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടേംസ് ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയ യു വിൽ ഗെറ്റ് v dash dot v plus u dot v dash. ഇതൊന്ന് ചെയ്ത് നോക്കണം.
ഇത്തരം ഡിഫറൻസിയേഷൻ റൂൾസ് നിങ്ങൾ ചെയ്യുക. ഇനി നമുക്കൊരു ക്രോസ് പ്രോഡക്റ്റ് റൂളും ഒരു ചെയിൻ റൂളും ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് റൂൾ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് ക്ലാസ്സിൽ അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഭാഗം കൂടി ഞാൻ തരും. അതുകൊണ്ട് നിങ്ങൾ കേട്ട് നോട്ട് എഴുതി ക്ലിയർ ചെയ്ത് വരണം. ഡൗട്ട്സ് നമുക്ക് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം.